ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമേ ഒരു മൺചട്ടിയിൽ അല്പം വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചക്കായയും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിത് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തൊലി കളയേണ്ട ആവശ്യമില്ല, നേരത്തെ തൊലി ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനത്തെ ഇതുപോലെയുള്ള പീസായിട്ട് നെടുകയും ഇങ്ങനെയും കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. കറ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ തന്നെ വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അരി കഴുകുന്ന വെള്ളം, തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, അതിൽ അരിഞ്ഞിട്ടാലും മതിയാവും, കറ ഉണ്ടാവില്ല. ഏത് മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് വെന്ത് കിട്ടുന്ന നേരത്തിന് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയിലെ ജാറിലേക്ക് ചിരകിയ നാളികേരം ചേർത്ത് 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാടൊന്നും അരയണ്ട. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന കായ ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ലാസ്റ്റ് ഒരു വറവ് കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അരപ്പൊന്ന് വെന്ത് കിട്ടാനായിട്ട് സ്ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. വറവിനായിട്ട് ഒരു ചെറിയ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലവണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ ഈ വറ്റൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞാൽ ഒരല്പം മുഴുവനോടെയുള്ള ഉഴുന്ന് കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് നമ്മുടെ ഈ കാതരത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ലാസ്റ്റ് നമ്മൾ കടുക് താളിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണമൊക്കെയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.